ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ആഗതമാകുന്ന പിറവി തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവം നേരുന്നു. ക്രിസ്മസിന് ഒരുക്കമായി, പിറവി തിരുനാളിന് ഒരുക്കമായി ഷാലോം TV-യിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ശുശ്രൂഷയാണ് സദ്വാർത്ത, പ്രത്യാശയുടെ സുവിശേഷം. ഡിസംബർ 25 ഒരുക്കമായി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ വചനം കേട്ട് അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ആരാധനയിൽ തിരുമുൻപാകെ നമ്മളെ തന്നെ എളിമയോടെ സമർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയിലേക്ക്, സദ്വാർത്തയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സദ്വാർത്തയുടെ 1ാമത്തെ എപ്പിസോഡാണ് ഇത്. ആദ്യം എടുക്കേണ്ട തീരുമാനം ഇത് മുടങ്ങാതെ എല്ലാ ദിവസവും പങ്കെടുക്കും എന്നതാണ്. ആദ്യമേ കുറച്ചു നേരം ഞാൻ ആമുഖം ഒന്ന് പറഞ്ഞോട്ടെ. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ മെല്ലെ ഒന്ന് ഒരുക്കിയെടുത്തോട്ടെ. നിങ്ങൾക്കറിയാം, കുറച്ചൊക്കെ എന്നെ കേട്ടിട്ടുള്ളവർക്കറിയാം, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരുക്കങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നമ്മൾ 33 ദിവസം വിമല നക്ഷത്രം എന്ന പേരിൽ ഒരുമിച്ച് യാത്ര ചെയ്തതാണ്. മുൻപൊരു നോമ്പ് കാലത്ത് 40 ദിവസം കാരുണ്യ വഴി എന്ന പേരിൽ ഒരു 40 ദിവസങ്ങളുടെ തുടർച്ചയായ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തതാണ്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സദ്വാർത്ത എന്ന പേരിൽ നമ്മളിത് അടുത്തൊരു ശുശ്രൂഷയിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. നോമ്പെടുത്ത് ഒരുങ്ങണം, അതാണ് 1ാമത്തെ കാര്യം. ഞാൻ സാധാരണ പറയാറുണ്ട്, സഭയുടെ ഔദ്യോഗിക നോമ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോ സഭയ്ക്കും നോമ്പിൻ്റെ പാരമ്പര്യങ്ങൾ വ്യത്യസ്തമാണ്. കത്തോലിക്ക സഭ 24 സഭകളുടെ കൂട്ടായ്മയാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ കുറച്ചുപേരെങ്കിലും ഇപ്പോഴായിരിക്കും ഞെട്ടുന്നത്, ദൈവമേ 24 സഭകളുടെ കൂട്ടായ്മയോ? നമ്മുടെ വിചാരത്തിൽ കത്തോലിക്ക സഭ, കേരളത്തിൽ കാണുന്ന ഈ 3 സഭകളാണ് കത്തോലിക്ക സഭ എന്നാണ്. 24 സഭകളുടെ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് ശുദ്ധമാന കത്തോലിക്ക സഭ. അതിൽ 3 എണ്ണമാണ് നമുക്ക് ഇവിടെ അറിയാവുന്നത്. ലോക്കൽ കോണ്ടെക്സ്റ്റിൽ ലത്തീൻ സഭ, സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ. ഓരോ സഭയ്ക്കും നോമ്പിൻ്റെ ദിവസങ്ങളും കാലങ്ങളുമൊക്കെ വ്യത്യസ്തമാണ്. അതൊക്കെയാണ് ഓരോ സഭയും വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങൾ. പക്ഷെ പൊതുവെ എല്ലാ സഭകളും എടുക്കുന്നൊരു നോമ്പാണ് ക്രിസ്മസിന് ഒരുക്കമായ നോമ്പ്. ലത്തീൻ സഭയിൽ അങ്ങനെ ഒരു നോമ്പ് ഔദ്യോഗികമായി ഇല്ലെങ്കിലും കേരളത്തിലെ നമ്മുടെ ലത്തീൻ സഹോദരങ്ങൾ നമ്മുടെ ഈ സഹവാസം കൊണ്ട് തന്നെ ഈ നോമ്പിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സഭയുടെ ഔദ്യോഗിക നോമ്പുകളിൽ ഒന്നാണ് 25 നോമ്പ്, അതെടുക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്കറിയാം, സഭയുടെ ഔദ്യോഗിക നോമ്പുകൾ എടുക്കത്തില്ല, വേറെ ഓരോ കാലത്തും അനൗൺസ് ചെയ്യുന്ന പുതിയ പുതിയ നോമ്പുകളൊക്കെ എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അതിനകത്തൊക്കെ വമ്പൻ ഓഫറുകളുണ്ട്. ആ നോമ്പെടുത്താൽ പൂർത്തിയാക്കിയാൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ആദ്യമേ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അത്തരം കാര്യങ്ങളിലേക്ക്. അങ്ങനെയല്ല, സഭാ കൂട്ടായ്മയോട് ചേർന്നാണ് നമ്മുടെ ആത്മീയത പടുത്തുയർത്തപ്പെടേണ്ടത്. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള കൃപ കിട്ടണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് ഈ നോമ്പെടുക്കുക. നോമ്പിൻ്റെ വിഭവങ്ങൾ അത് ട്രഡീഷണലായിട്ട് നമ്മൾ എടുക്കുന്ന ഇറച്ചിയും മീനും മുട്ടയോ പാലോ അതൊക്കെ കൂടാതെ നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ ഒന്ന് വേണ്ടെന്ന് വെക്കുന്നേ. നമ്മൾ ചാഞ്ഞ് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ ഇൻക്ലിനേഷൻസ് എന്ന് പറയും. നമ്മൾ അതിലേക്കൊക്കെ കുറച്ചധികം ചാഞ്ഞ് നിപ്പുണ്ട്. അതെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നേരെ നിൽക്കാനുള്ളൊരു കാലമാണിത്. കർത്താവിനോട് കുറച്ചുകൂടി അടുക്കാൻ മറ്റു പലതിനോടും ഒരല്പം അകലമിടുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നോമ്പിനെ. നോമ്പിന് എന്താ ഇത്ര പുണ്യമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കുക, എൻ്റെ കർത്താവ് തമ്പുരാനോട്, അവൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളുടെ ധ്യാനത്തോട് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് നിൽക്കാൻ മറ്റു പലതിനോടും, അതൊന്നും പാപമായിട്ടൊന്നും അല്ല, എന്നാലും അതിനോടൊക്കെ ഒന്ന് അകലമിട്ട് കർത്താവിനോടൊന്ന് അടുത്ത് നിൽക്കുന്നു. ഇത് പറയുമ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, ചിലർക്ക് ഇതിനുള്ള ആവതില്ല. എന്ത്? നോമ്പെടുക്കാൻ, ഉപവാസം എടുക്കാനുള്ള ആവതില്ലാത്ത മനുഷ്യരുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അത് എളിമയോടെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്ക്. ചിലർ നോമ്പെടുത്താൽ പിന്നെ 25 ദിവസം കുടുംബസമാധാനം ഉണ്ടാകുകയില്ല. അങ്ങനത്തെ മനുഷ്യരുമുണ്ട് നമുക്കിടയിൽ. ചിലർ നോമ്പെടുക്കും, ഉപവാസം എടുക്കും,
ചേട്ടത്തി ഉപവാസം എടുക്കുന്ന ദിവസം ചേട്ടൻ വീട്ടിൽ കയറാൻ പേടിയാണ്. കാരണം എന്താ? പിന്നെ ചേട്ടൻ എന്ത് ചെയ്താലും കുറ്റമാണ്. രാവിലെ തൊട്ട് പട്ടിണി ഇരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് എങ്ങോട്ട് മാറ്റി വെച്ചാലും ഇവിടെ ഒച്ചപ്പാടും ബഹളവും തുടങ്ങും. എന്നിട്ട് പറയും, ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞാണ് വഴക്കിനിറങ്ങുന്നത്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, വല്ലതും എടുത്ത് കഴിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. അതായത് സ്പിരിച്വാലിറ്റി സ്ട്രെസ്ഫുള്ളാക്കി മാറ്റരുത്. നോമ്പും ഉപവാസവും എടുക്കണമെന്ന് എല്ലാ തവണയും ഓർമ്മിപ്പിക്കാറുള്ള ഞാൻ തന്നെയാണ് പറയുന്നത്, ഇത് സ്ട്രെസ്ഫുൾ ആകരുത്. ഇന്ന് പ്രാർത്ഥിച്ചും പരിത്യാഗമെടുത്തും ആത്മീയത തന്നെ പലർക്കും സഫക്കേഷനായിട്ട് മാറുകയാണ്. ഇത് വലിയ ഭാരമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു ഭാരത്തിൻ്റെ യാത്രയല്ല. ഇത് ഈശോ പറഞ്ഞതുപോലെ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ്. ഇത് ആസ്വദിച്ച് നടത്തേണ്ട യാത്രയാണ്. ആ വിചാരത്തോടെ നമുക്ക് ഈ യാത്രയിലേക്ക് പ്രവേശിക്കാം. സുവിശേഷം, ബൈബിൾ ഉപയോഗിക്കണം. ഇതെന്നെ കൊണ്ട് എല്ലാ ദിവസവും പറയിപ്പിക്കരുത്. താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കുന്നവർ ബൈബിൾ എടുത്തു വയ്ക്കണം. ഈശോയുടെ ഈ മനുഷ്യാവതാരവുമായിട്ട് ബന്ധപ്പെട്ട സുവിശേഷ ഭാഗങ്ങളെ ധ്യാനിച്ചും പഠിച്ചുമായിരിക്കും നമ്മൾ ഈ യാത്ര പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് കഴിയുമ്പോൾ, നമ്മുടെ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ, നമ്മുടെ ഈ ഇൻഫൻസി നറേഷൻ ഉണ്ടല്ലോ, ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ അറിയിപ്പ്, അവൻ്റെ പിറവി, അവൻ്റെ ശൈശവം, ബാല്യകാലം, അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ നിങ്ങളുടെ ബൈബിളിൽ അടിവരയിട്ടൊരു പരുവമാകണം. അതിൻ്റെ സൈഡിലൊക്കെ കുറിപ്പുകൾ എഴുതി ബൈബിളിൻ്റെ ആ താളുകൾ നിറഞ്ഞ് കവിയണം. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ചോ മുമ്പിലെടുത്ത് വെച്ചോ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനെന്ന് കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഒരല്പം ആവർത്തനങ്ങളൊക്കെ വരും കേട്ടോ ഇതിനകത്ത്. കാരണം ഞാൻ തന്നെയും, നിങ്ങൾക്കറിയാം, എനിക്ക് പേഴ്സണലായിട്ട് ഞാനൊരു ചെറിയ ശുശ്രൂഷ എല്ലാ ദിവസവും ബൈബിൾ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡ് മൈ ഷീപ്പ് എന്ന് പറഞ്ഞൊരു ചെറിയ ചാനലുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ആവർത്തിച്ചു വരാൻ സാധ്യതയുണ്ട് കുറച്ചൊക്കെ. അത് മാത്രമല്ല, ഷാലോമിൽ തന്നെ നമ്മൾ മുമ്പ് ക്രിസ്മസിനൊരുക്കമായിട്ട് ഗ്ലോറിയ എന്ന പേരിൽ 5 ദിവസത്തെ ധ്യാന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആവർത്തിക്കും. പിന്നെ ദൈവം സഹായിച്ച് ഒരിക്കലും പറഞ്ഞത് നമ്മൾ ആരും ഓർത്തിരിക്കാത്തത് കൊണ്ട് അങ്ങനൊരു സങ്കടം വേണ്ട. ഇത് പുതിയതായിട്ട് കേൾക്കുന്നത് പോലെ നിങ്ങൾ പലരും കേൾക്കുമെന്ന് എനിക്കറിയാം. പറയുന്ന എനിക്ക് മാത്രമേ ആ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളൂ. ദൈവം ഇത് ഒരിക്കൽ പറഞ്ഞതാണല്ലോ. ഇത് കേൾക്കുന്നവർ പുതിയതായിട്ട് തന്നെ കേൾക്കും. അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മറവിയോർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. മറ്റൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയുകയായിരുന്നു, ഇതിൻ്റെ കോർഡിനേറ്ററിനോടൊക്കെ ഞാൻ പറയുകയായിരുന്നു. അതായത് ഇപ്പോൾ ക്യാപ്സ്യൂളുകളുടെ കാലമാണ്. ഏറ്റവും ചെറുതായിട്ട് കിട്ടാമോ അത്രയും നല്ലതാണ്. ഇൻസ്റ്റൻറ്റ് കോഫിയുടെയും ഇൻസ്റ്റൻറ്റ് ഫുഡിൻ്റെയും ഒക്കെ കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, വചനമായാലും പരിശുദ്ധ കുർബാനയുടെ ആരാധനയായാലും ഏറ്റവും ചെറുതാക്കി ക്യാപ്സ്യൂളാക്കി കിട്ടിയാൽ അത്രയും നല്ലത്. ഞാനും ചെയ്യുന്ന ശുശ്രൂഷകൾ പലതും അങ്ങനെയാണ് കേട്ടോ. കാരണം ഇതെങ്ങനെങ്കിലും ആളുകളിലേക്കൊന്ന് എത്തിക്കണ്ടേ. പക്ഷേ ഈ ശുശ്രൂഷ നമ്മൾ അല്പം സമയമെടുത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തേക്ക്, ഇത് തന്നെ ഒരു നോമ്പാണ്. സാധാരണ ഏറ്റവും ചെറുതായി വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഈശോയുടെ പിറവി തിരുനാളിനൊരുക്കമായി ഒരല്പം സമയമെടുത്ത് വചനം കേൾക്കുന്നു, ഒരല്പം സമയമെടുത്ത് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ ഇരിക്കുന്നു. അത് തന്നെ ഒരു പരിത്യാഗമാണ് എന്ന് വിചാരിച്ച് ഇതിനുവേണ്ടി ഒരുങ്ങാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ആമുഖ ശുശ്രൂഷയാണ് ഈ കഴിഞ്ഞത്. ഈ സദ്വാർത്തയിലേക്ക് നിങ്ങളെ മെല്ലെ ഒന്ന് ഒരുക്കിയെടുക്കുകയായിരുന്നു. മറ്റുള്ളവരോട് ഈ വിശേഷം പറയണം. എന്നെ കേൾക്കുന്ന ഒരാൾ ഒരു 5 പേരോടെങ്കിലും ഈ വാർത്ത പങ്കുവെച്ചാൽ മതി. ഇവാഞ്ചലൈസേഷനാണ് നടക്കുന്നത്. അതുതന്നെയാണ് കർത്താവ് പണ്ട് പറഞ്ഞേൽപ്പിച്ചിട്ട് പോയത്. ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും ഈ സുവിശേഷം പ്രഘോഷിക്കുവിൻ. മാമോദീസ സ്വീകരിച്ച നിങ്ങളെല്ലാവരും ഈ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുപറ്റേണ്ടവരാണ്. ഇത് ഞങ്ങളുടെ മാത്രം പണിയല്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. അതുകൊണ്ട് ഞാൻ ഏൽപ്പിക്കുന്ന ഇന്നത്തെ 2 ഹോംവർക്കുകളുണ്ട്. 2ാമത്തെ ഹോംവർക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. 1ാമത്തെ ഹോംവർക്ക്, ഈ വാർത്ത, ഏത് വാർത്ത? ഈ സദ്വാർത്ത, ഷാലോമിൻ്റെ ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ വാർത്ത ഒരു 5 പേരോടെങ്കിലും നിങ്ങൾ അറിയിക്കണം. ഇതിൻ്റെ ലിങ്കോ ഇതിൻ്റെ വാർത്തയോ ഷെയർ ചെയ്യണം. അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തണം. ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്ന മറ്റൊരു കൂട്ടര് പാലാരൂപതയിലെ പാതുവ സെയിൻറ്റ് ആൻ്റണീസ് ഇടവക സമൂഹമാണ്. അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് ഓലായത്തിൽ അച്ഛൻ, ഒപ്പം അച്ഛൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക സമൂഹത്തെ നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ പാതുവ ഇടവക ദേവാലയത്തിൽ വെച്ചാണ്, നമ്മൾ ഈ കാണുന്ന ഈ സുന്ദരമായ ദേവാലയത്തിൽ വെച്ചാണ് ഈ ശുശ്രൂഷ മുഴുവൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്.
ശാലോമിനായിട്ട്, ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഈ ദേവാലയം വിട്ടു തന്ന. പ്രത്യേകിച്ച് അച്ഛൻ ഇവിടെ എത്തിയിട്ട് അധികം കാലം ആയിട്ടില്ല, 1.5 വർഷമേ ആയിട്ടുള്ളൂ. 1.5 വർഷം കൊണ്ട് അച്ഛൻ പുനരുദ്ധരിച്ചെടുത്ത ദേവാലയമാണ്. ഇടവക സമൂഹത്തിൻ്റെ വലിയ സഹകരണത്തോടെ പുനരുദ്ധാരണം നടത്തിയ ദേവാലയം, പൂർണ്ണമായും നവീകരിച്ച മദ്ബഹ, അവിടെ ഈ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിനും ഒപ്പമായ ഇടവക സമൂഹത്തിനും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും നന്ദി പറയാൻ നമുക്ക്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടവക സമൂഹത്തെ ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബൈബിൾ എടുക്കാം. ഇന്ന് 1ാമത്തെ എപ്പിസോഡിൽ മിക്കവാറും ഇന്ന് ഞാൻ ഒതുങ്ങി വന്ന മുഴുവൻ സാധനവും ഇന്ന് തീരാൻ വഴിയില്ല. അതായത് ഈ ഫസ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് ഒരുങ്ങി വന്ന മുഴുവനും തീരാൻ സാധ്യതയില്ല. സാരമില്ല, ഇതിൻ്റെ കൃത്യം കണ്ടിന്യൂവേഷൻ ആയിരിക്കും നാളത്തെ എപ്പിസോഡ്. ഇതിൻ്റെ കൃത്യം കണ്ടിന്യൂവേഷൻ ആയിരിക്കും. 2 എപ്പിസോഡായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം, കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇന്ന് ജസ്റ്റ് ഒരു ആമുഖം പറഞ്ഞ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യും. സഖറിയ പുരോഹിതനെ ധ്യാനിച്ച് നമുക്ക് തുടങ്ങാം. പുതിയ നിയമം ആരംഭിക്കുന്നത് ഈ പുരോഹിതനിലൂടെയാണ്, സഖറിയ എന്ന പുരോഹിതനിലൂടെയാണ്. നിങ്ങൾ എടുക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ എടുക്കുക. എനിക്കിതിനകത്തൊരു നാണവും ഇല്ലെന്ന് നമുക്കറിയാം, പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വീട്ടിലോ അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആ ബൈബിൾ എടുത്ത് കയ്യിലോട്ട് പിടിച്ചു. നമ്മുടെ ഈ കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ അപകടമേ, എന്തോരം വചനമാണ് നമ്മൾ ഈ കേൾക്കുന്നത്, എന്തോരം വചനമാണ്. നമുക്ക് ശാലോം TV ഉണ്ട്, അതുകൂടാതെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുണ്ട്. ഇതിനകത്തൂടെ ഒക്കെ കുറേ പേര് ഇതുപോലെ വന്ന് വചനം പറയുന്നു. ഈ വചനമെല്ലാം കേട്ടിട്ടും ഇതുവരെയായിട്ടും കത്തോലിക്കൻ്റെ കയ്യിലോട്ട് ബൈബിള് കയറുന്നില്ല. മറ്റിതര ക്രൈസ്തവ സമൂഹങ്ങളോടുള്ളൊരു ബഹുമാനം അതാണ്. നമുക്കറിയാം, ക്രൈസ്തവ സമൂഹങ്ങളിൽ ചില സമൂഹങ്ങൾ വളരെ താല്പര്യത്തോടെ ഈ പുസ്തകത്തെ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം എടുത്ത് കയ്യിൽ പിടിക്കാൻ അവർക്ക് യാതൊരു നാണവും ഇല്ല, ഒരു ചമ്മലും ഇല്ല. നമുക്ക് ഈ കത്തോലിക്കർക്കാണ്, ഈ പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമുക്കാണ് ഈ ബൈബിൾ എടുത്ത് കയ്യിലോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ. നമ്മൾ ഇരുന്ന് കേൾക്കും, നമ്മൾ നല്ല കേൾവിക്കാരാ. എന്നാൽ ഈ പുസ്തകം എടുത്ത് കൈ പിടിക്കുവോ, ഒരു പേന എടുത്ത് ഇതിലൊന്ന് വരച്ചിടുകയോ അത് ചെയ്യത്തില്ല. പക്ഷെ ഇരുന്ന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ചിരുന്ന് വചനം കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് വായിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിച്ച് ഒരുങ്ങണം നിങ്ങൾ. ഇത് യൂട്യൂബിലൊക്കെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചിട്ട് ബാക്കി പ്ലേ ചെയ്താലും തെറ്റില്ല. TV പോസ് ചെയ്യാൻ മാർഗ്ഗമില്ല. നിങ്ങൾ ഇരുന്ന് കണ്ടിട്ട് പിന്നീട് അതൊന്ന് വായിക്കണം. സമാധാനത്തോടെ ഇരുന്ന് അത് വായിക്കണം. ലൂക്ക 1:5 മുതൽ 13 വരെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹെറോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽപ്പെട്ട സഖറിയ എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ? കൊള്ളാവുന്ന ഒരു മനുഷ്യൻ, അതായത് നിസ്സാര കക്ഷിയല്ല. അബിയ ഗണത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. നല്ലത്. അപ്പം നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അടുത്തത്, അപ്പം നമ്മൾ ചോദിക്കും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെയോ? അതാണ് അടുത്തത് എഴുതിയിരിക്കുന്നത്. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കുടുംബ മഹിമയിൽ തെല്ലും കുറവില്ല. കുടുംബ മഹിമ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഷോ ഓഫ് അല്ല. നമ്മൾ പറയത്തില്ലേ, ഒരു നല്ല കുടുംബ വേര്, തായ്തണ്ട് കൊള്ളാം എന്ന് പറയത്തില്ലേ? ഇന്ന് ഈ കുടുംബ വൃക്ഷം എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നതല്ലേ? 2 പേരും കൊള്ളാമെന്ന്. ഒരാൾ അബിയ ഗണത്തിൽപ്പെട്ട പുരോഹിതൻ, ഇപ്പുറത്ത് ഭാര്യ. അവൾ അഹറോന്റെ മക്കളിൽ ഒരാളാണ്. എന്ന് വെച്ചാൽ ലീനിയേജ് വരുന്നത് അവളുടെ വംശാവലിയുടെ അങ്ങേയറ്റത്ത് ആര് നിപ്പുണ്ടെന്ന്? അഹറോൻ പൗരോഹിത്യ കുടുംബത്തിൽ പിറന്നവളാണ് എലിസബത്ത്. അപ്പോൾ 2 പേരും കുടുംബപരമായിട്ട് കൊള്ളാം. ചരിത്രപരമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ പുറകോട്ടെടുത്ത് നോക്കിയാൽ അവർ 2 പേരും കൊള്ളാം. അടുത്തത്, അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് കുടുംബ മഹിമ ഉണ്ടെന്ന് മാത്രമല്ല, പൂർവികര് കൊള്ളാം എന്ന് മാത്രമല്ല, ഇപ്പം ഇവർ 2 പേരും, സഖറിയായും എലിസബത്തും 2 പേരും ദൈവത്തിന് മുമ്പാകെ നീതിനിഷ്ഠരാണ്, കർത്താവിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഇനി ചിന്തിക്കുന്നത്, നമ്മുടെ ഒരു സാധാരണ മാനുഷിക ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ?
നല്ല കുടുംബ മഹിമ, നല്ല തായ് പേര്, നല്ല ചരിത്രം. 2, പ്രസൻറ്റ്, വർത്തമാന കാലത്തിൽ 2 പേരും കൊള്ളാം. നീതിനിഷ്ഠര്, ദൈവകൽപ്പനകൾ കൃത്യമായിട്ട് പാലിക്കുന്നവർ. അപ്പം നമുക്ക് സ്വാഭാവിക ചിന്ത എന്തായിരിക്കും? ഇവരുടെ ജീവിതത്തിൽ മുഴുവൻ സന്തോഷമായിരിക്കും എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ വരുന്നവർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ? സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അടുത്ത വാക്യമാണ് ട്വിസ്റ്റ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. അതായത് ആ വാക്യങ്ങളുടെ ഡെപ്ത് മനസ്സിലാക്കിക്കേ. ഇത്രയും നേരം പറഞ്ഞു വന്ന ഒരു സ്ട്രീം ഓഫ് തോട്ട് എല്ലാം സൂപ്പർ, അടിപൊളി കുടുംബം, കുടുംബ മഹിമ. ഇപ്പോൾ 2 പേരും നല്ല മനുഷ്യര്, അവർ നന്നായിട്ട് ജീവിക്കുന്നു. പക്ഷെ ആ വന്നതിനെ നേരെ അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിച്ചിടുകയാണ്. ഇത്രയും നന്നായിട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ സങ്കടം. ഇസ്രായേലിൻ്റെ ബോധത്തിൽ, യഹൂദ ബോധത്തിൽ മക്കളില്ലാതിരിക്കുക എന്നത് പറയുന്നത് ദൈവം മറന്നതിൻ്റെ, ദൈവം അവഗണിച്ചതിൻ്റെ തെളിവായിട്ട് കരുതപ്പെട്ടിരുന്നൊരു ചിന്താഗതിയുള്ള കാലത്ത് ഇത്ര നല്ല കുടുംബത്തിൽ പിറന്ന, ഇത്ര നന്നായിട്ട് ജീവിക്കുന്ന 2 പേർക്കും മക്കളില്ല. അപ്പം നമ്മൾ ആശ്വസിക്കും. അത്രയും കേൾക്കുമ്പോൾ അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പം നമ്മൾ ഓർക്കും ഇനി ഇവ കിട്ടുമായിരിക്കുമെന്നേ, അല്പം വൈകിപ്പോയെന്നേ ഉള്ളൂ, കിട്ടുമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് അടുത്ത വാക്യം: എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. എന്ന് വെച്ചാൽ മാനുഷിക ബുദ്ധിയിൽ ഇനിയൊരു സാധ്യതയില്ല. മാനുഷിക ബുദ്ധിയിൽ ഇനിയൊരു സാധ്യതയില്ല. എല്ലാം അവസാനിച്ചു. എല്ലാം അവസാനിച്ചു. പ്രതീക്ഷയറ്റു. നിരാശയുടെ വക്കിൽ നിൽക്കുകയല്ല, ആ വക്ക് തകർന്ന് നിലം പതിക്കുന്ന ഘട്ടമാണ്. എല്ലാം അവസാനിക്കുകയാണ്. എല്ലാം അവസാനിക്കുന്നിടത്ത് ആരംഭിക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം, സദ്വാർത്ത. സദ്വാർത്ത. നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ എല്ലാം അവസാനിച്ച, ഏദനിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ എന്ന അവരുടെ പ്രതീക്ഷ, ഇസ്രായേലിൻ്റെ പ്രതീക്ഷ, അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതീക്ഷ, യാക്കോബിന് നൽകപ്പെട്ട പ്രതീക്ഷ, ദാവീദിനെ പോലെ ഒരു രാജാവ് വരുമെന്ന ഇസ്രായേലിൻ്റെ പ്രതീക്ഷ, മിശിഹ സങ്കല്പം. കാലം കുറെ കാത്തിരുന്നിട്ടും ഒന്നും എത്തുന്നില്ല. അതിൻ്റെ ലക്ഷണം കാണുന്നില്ല. അതിന് പകരമോ ഒന്നിനു പിറകെ ഒന്നായിട്ട് അടിമത്തത്തിലേക്ക് വീണു പോകുന്നൊരു സമൂഹം. ആദ്യം ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, പേർഷ്യ, ഗ്രീക്ക്, റോമൻ, അങ്ങനെ വിജാതീയ സാമ്രാജ്യങ്ങളുടെ അടിമത്തത്തിൻ്റെ കീഴിലേക്ക് വീണു പോകുന്നൊരു സമൂഹത്തിൻ്റെ പ്രതീക്ഷയറ്റ് കിടക്കുകയാണ്. എലിസബത്ത് വന്ധ്യയായിരുന്നു, പ്രായം കവിഞ്ഞു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അവസ്ഥയാണ്. ഇനിയൊരു പ്രതീക്ഷയില്ല. പ്രതീക്ഷയറ്റടത്ത് ആരംഭിക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം. പഴയ നിയമത്തിൻ്റെ അവസാന താളുകളിൽ പ്രതീക്ഷയറ്റുപോയിരിക്കുന്ന ഒരു ജനതയ്ക്കു വേണ്ടി ഒരു പുതിയ താള് കർത്താവ് എഴുതി തുടങ്ങുന്നു, സദ്വാർത്ത. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ മനസ്സോടെ പങ്കെടുക്കുക. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് മാനുഷിക ബുദ്ധിയിൽ എല്ലാം തീർന്നു പോയി എന്ന് വിചാരിക്കുന്നിടത്ത് കർത്താവ് ഇടപെടാൻ തുടങ്ങുകയാണ്. കർത്താവ് അവൻ്റെ കരുണ പെയ്തിറക്കുകയാണ്. നിന്റെ സങ്കടത്തിൻ്റെ കാലത്തിന് അവസാനം വരുത്തുകയാണ്. നിന്റെ കൺകോണുകളിൽ നിറയുന്ന കണ്ണീര് അവൻ മെല്ലെ തുടച്ചു മാറ്റുകയാണ്. അതിൻ്റെ പേരാണ് സദ്വാർത്ത. അതിൻ്റെ പേരാണ് സുവിശേഷം. എല്ലാ സങ്കടങ്ങളെയും ആകുലതകളെയും ആശങ്കകളെയും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെയും കർത്താവിൻ്റെ പരിശുദ്ധ ആലയത്തിങ്കൽ ദിവ്യകാരുണ്യത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ച് ഏറ്റവും ഒരുക്കത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്കൊരുമിച്ച് കയറാം. ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നമുക്കൊരുങ്ങാം. സാധിക്കുന്നവരൊക്കെ ഒരല്പം നേരമെങ്കിലും, ചിലർ മുഴുവൻ നേരവും ഇരിക്കുമെന്ന് എനിക്കറിയാം, ചിലർ കുറച്ചു നേരമെങ്കിലും ടോക്ക് കേട്ടു അവസാനിച്ചു പോകാതെ ഒരല്പം നേരമെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ഈ കേട്ട കാര്യത്തെ ഒന്ന് പ്രാർത്ഥനയാക്കുക. ഇന്ന് കേട്ടത് ഇത്രയേ ഉള്ളൂ. ഇന്ന് കേട്ടത് ഇതിനു വേണ്ടിയുള്ള ഒരുക്കത്തെ മനസ്സിലാക്കി എന്താണ് സദ്വാർത്ത. ഒടുക്കം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവത്തിനു മുമ്പാകെ നന്നായിട്ട് ജീവിച്ചിട്ടും
കുടുംബപരമായി തെറ്റും കുറവുകളും ഒന്നുമില്ലാതിരുന്നിട്ടും ഒരു സങ്കടം നൽകപ്പെടുന്നു. ചിലപ്പോൾ നമ്മളും ചോദിക്കത്തില്ല, എൻ്റെ കർത്താവേ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോടിത്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോടിത്. സക്കറിയായും എലിസബത്തും പല ആവർത്തി ചോദിച്ച ചോദ്യമായിരിക്കും അത്. അങ്ങനെ പ്രതീക്ഷയറ്റ് ലോകദൃഷ്ടിയിൽ അപമാനിതരായി കിടക്കുന്നിടത്ത് നിന്ന് കർത്താവ് മെല്ലെ ഉയർത്താൻ തുടങ്ങുകയാണ് നമ്മളെ. ആ അനുഭവത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ദിവ്യകാരുണ്യ നായകനേ, വരൂ എന്നുള്ളം കാത്തിരിപ്പൂ. പൊൻതൂമന്ദഹാസവുമായി വിണ്ണിൻ വാതിൽ തുറന്നു വരൂ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. ദിവ്യകാരുണ്യനായകനേ, വരൂ എന്നുള്ളം കാത്തിരിപ്പൂ. പൊൻതൂമന്ദഹാസവുമായി വിണ്ണിൻ വാതിൽ തുറന്നു വരൂ. എൻ്റെ ആത്മാവിൻ ഇല്ലായ്മയും എൻ്റെ അകതാരിൻ വല്ലായ്മയും സർവമേശുവേ മറന്നിന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. സർവമേശുവേ മറന്നിന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു
പ്രത്യാശ നീ മാത്രമേ. അമ്മേ അംബികെ വരികിന്റെ ചാരെ എൻ ഹൃത്തടം വെണ്മയാക്കിടാൻ. അമ്മേ അംബികെ വരികെന്റെ ചാരെ എൻ ഹൃത്തടം വെണ്മയാക്കിടാൻ കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. ദിവ്യകാരുണ്യനായകനേ വരൂ എന്നുള്ളം കാത്തിരിപ്പൂ. പൊൻതൂമന്ദഹാസവുമാ വിണ്ണിൻ വാതിൽ തുറന്നു വരൂ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ 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 ആരാധന. പരിശുദ്ധനായവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തെ പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ കൺമുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന നിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. കർത്താവേ, നിന്റെ തിരുപ്പിറവി അനുസ്മരിക്കുവാനും ആഘോഷിക്കുവാനും ഒരുങ്ങുന്ന ഞങ്ങൾ ക്രിസ്മസിനൊരുക്കമായി സദ്വാർത്തയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോ, അലിവോടെ ഞങ്ങളെ നോക്കണമേ. വചനം കേട്ട് ദിവ്യകാരുണ്യ ചുവട്ടിലിരുന്ന് ആത്മീയ പരിശീലനത്തിൻ്റെ കാലമാക്കി ഇതിനെ മാറ്റാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ നിന്റെ കരുണയിൽ ഞങ്ങളെ പൊതിയണമേ. ഈശോയെ, വലിയ എളിമയോടെ ഓരോ ദിവസവും നിന്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് വന്നു നിൽക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ നിരവധിയായ നിയോഗങ്ങളെ ഈശോ ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്നാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിൽ തിരുമുമ്പാകെ ഞങ്ങൾ മുട്ടിന്മേൽ നിന്ന് നിന്നെ ആരാധിക്കുന്നു. ദൈവജനമേ, യാത്രയിലോ മറ്റ് അസൗകര്യങ്ങളുടെ ഇടയിലോ അല്ല നിങ്ങൾ. ഭവനത്തിലാണെങ്കിൽ ഈ നേരത്ത് നമുക്ക് ആരോഗ്യമുള്ളവരൊക്കെ എളിമയോടെ കർത്തൃസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കട്ടെ. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങിയ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഇരുകരങ്ങളും ചെറുതായി ഉയർത്തി ഒരല്പനേരം ഈശോയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം കരേറ്റി നമുക്കവനെ സ്തുതിച്ച് ആരാധിക്കാം. മാലാഖ ഗണങ്ങളോട് ചേർന്ന് കാലിത്തൊഴുത്തിൽ കർത്താവിനെ കണ്ട് ആരാധിച്ച ആട്ടിടയന്മാരോട് ചേർന്ന് കിഴക്ക് നിന്ന് വന്ന് അവന് പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ചവനെ ആരാധിച്ച ജ്ഞാനികളോട് ചേർന്ന് കഴിഞ്ഞ 2000 വർഷമായി കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ ഏറ്റുപറയുന്ന
എല്ലാ വിശ്വാസികളോട് ചേർന്ന്, സഭ മുഴുവനോടും ചേർന്ന് ഈശോയെ ആരാധിക്കാൻ നമുക്കൊരുങ്ങാം. മുട്ടിന്മേൽ നിന്ന് ഇരുകരങ്ങളും ഉയർത്തി ഒരല്പനേരം നമുക്കൊരുമിച്ച് ഈശോയെ സ്തുതിക്കാം. അതിൻ്റെ ഒടുക്കം നമുക്കൊരുമിച്ച് ചേർന്ന് ഈശോയെ പാടി ആരാധിക്കാം. കുമ്പിടുന്നു ഞങ്ങളിതാ. കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന 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 ആരാധന. ഈശോയെ 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 ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നിനക്ക് മഹത്വം. ഈശോയെ 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 നിനക്ക് മഹത്വം, ആരാധന. നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം അപ്പാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കുമ്പിടുന്നു ഞങ്ങളിതാ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമേ നിനക്ക് ആരാധന. കുമ്പിടുന്നു ഞങ്ങളിതാ, ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ, ദിവ്യനായക സവിധേ. യേശുവേ കുമ്പിടുന്നിതാ, യേശുവേ കർത്താവേ, ഇന്ന് ഈ സദ്വാർത്തയുടെ ഒന്നാം നാൾ ഞങ്ങൾ കേട്ട വചനത്തെ തിരുമുമ്പാകെ ഞങ്ങൾ പ്രാർത്ഥനയായി ഉയർത്തട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുങ്ങിത്തുടങ്ങുന്ന ദിവസമായിരുന്നു. നോമ്പെടുത്ത് സാധിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പരിത്യാഗമെടുത്ത് ചിലതിനോടൊക്കെ ഒരല്പം അകലം പാലിച്ച് നിന്നോട് കുറച്ചുകൂടെ അടുക്കേണ്ട കാലമാണ് ഇതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. കർത്താവേ, ഒപ്പം മറ്റുള്ളവരിലേക്ക് ഈ ശുശ്രൂഷയുടെ വാർത്ത എത്തിക്കണമെന്നും ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങളും സുവിശേഷവൽക്കരണത്തിൽ പങ്കുപറ്റുകയാണെന്ന്. കർത്താവേ, ഒരുക്കത്തോടെ, താല്പര്യത്തോടെ, വിശുദ്ധിയോടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. ഇന്ന് ഞങ്ങൾ കേട്ടത് അബിയായുടെ ഗണത്തിൽപ്പെട്ട സക്കറിയ പുരോഹിതനെക്കുറിച്ചും അഹറോന്റെ മക്കളിൽ ഒരാളായ എലിസബത്തിനെ കുറിച്ചുമാണ്. രണ്ടുപേരും കുടുംബ മഹിമയിൽ, പൂർവിക പാരമ്പര്യത്തിൽ ഒട്ടും മോശക്കാരല്ല. അത് കേവലം ലോകദൃഷ്ടിയിൽ മാത്രമല്ല, ദൈവത്തിന് മുമ്പാകെ വിശുദ്ധ ജീവിതം ജീവിച്ച പൂർവിക പരമ്പരയുടെ ഇങ്ങേ കണ്ണിയാണ് സക്രിയായും എലിസബത്തുമെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഇവർ രണ്ടുപേരും തിരുമുമ്പാകെ ജീവിക്കുന്നത് നീതിനിഷ്ഠനായിട്ടാണ്. കർത്താവേ, നിന്റെ കൽപ്പനകൾ പാലിച്ച് നീതിനിഷ്ഠയോടെ ജീവിച്ച സക്രിയായും എലിസബത്തും. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ വിചാരിച്ചു പോകുന്ന ഒന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ ഇനി ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവേ, അതങ്ങനെയോ ഞങ്ങളുടെ തലയിൽ കയറിയ ചിന്തയാണ്. ദൈവഭക്തരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ഒരു വിചാരം എങ്ങനെയോ ഞങ്ങളുടെ തലയിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. പക്ഷെ സക്രിയായും എലിസബത്തും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. നീതിനിഷ്ഠയോടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിശുദ്ധിയോടെ ജീവിച്ച രണ്ടു പേർക്ക് ഒരുപക്ഷെ ആ കാലത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സങ്കടം കർത്താവേ നീ സമ്മാനിച്ചല്ലോ. മക്കളില്ലാത്തതിൻ്റെ സങ്കടം. എലിസബത്തിനെ തേടി വന്ധ്യത. അവൾ പ്രായം കവിഞ്ഞവളായിരുന്നു എന്ന സൂചന സാധ്യതകളുടെ അവസാനമാണ്. കർത്താവേ, സമാനമായ നൊമ്പരങ്ങളിലൂടെ ഞങ്ങളും കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അഭയവും അത്താണിയും നീയല്ലാതെ മറ്റാരാണ്? നിന്റെ പക്കൽ ഞങ്ങൾ എപ്പോഴും ശരണപ്പെടാറുണ്ട്. വിശ്വാസ ജീവിതം ജീവിക്കാൻ ഞങ്ങൾ ത്യാഗമെടുക്കാറുണ്ട്. പ്രാർത്ഥനകൾക്ക് പഞ്ഞം വരുത്താറില്ല.
പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒടുക്കം ചില നിഷേധങ്ങൾ, കർത്താവെ നിൻ്റെ മൗനം ഞങ്ങളെ തകർത്ത് കളയാറുണ്ട്. കണ്ണീരോടെ പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾക്ക് നീ ഉത്തരം നൽകാതിരിക്കുമ്പോൾ ഞങ്ങളും ഉലഞ്ഞു പോകാറുണ്ട് ഈശോയെ. കർത്താവേ, സക്കറിയായുടെയും എൽസബത്തിൻ്റെയും സങ്കടത്തോട് ചേർത്ത് ഞങ്ങളുടെ സങ്കടങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നു ഞങ്ങൾ കേട്ട സദ്വാർത്ത അതായിരുന്നു. കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ട്. കർത്താവിടപെടും, കർത്താവിടപെടും. ഒരു കാലത്തിനപ്പുറത്ത് തന്നെ സ്നേഹിക്കുന്നവർക്ക്, താൻ സ്നേഹിക്കുന്നവർക്ക് ഒരു സങ്കടത്തിൻ്റെ മഴ അവരുടെ മേൽ പെയ്തിറങ്ങാൻ കർത്താവ് അനുവദിക്കുകയില്ലെന്നുള്ളതാണ് ഈശോ ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ച സദ്വാർത്ത. വന്ധിയായവൾക്ക്, പ്രായം കവിഞ്ഞവൾക്ക്, മാനുഷിക ബുദ്ധിയിൽ സാധ്യതകൾ അവസാനിച്ചവൾക്ക് കർത്താവേ നീ വീണ്ടും ഉത്തരം നൽകുകയാണല്ലോ. ക്രിസ്മസ് ഒരു ജനതയുടെ കാത്തിരിപ്പിന്, ഒരു ജനതയുടെ രക്ഷയ്ക്കായുള്ള കാത്തിരിപ്പിന് സ്വർഗം കൊടുത്ത ഉത്തരത്തിൻ്റെ ആഘോഷമാണല്ലോ. കർത്താവേ, ഇത് കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും, ഈ ആരാധനയിൽ ഞങ്ങളുടെ ഇടങ്ങളിലിരുന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും കാലം കുറേ പഴക്കമുള്ള ഞങ്ങളുടെ സങ്കടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണീര് ദിവ്യകാരുണ്യ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും നീ ഉത്തരം നൽകുമെന്ന്, ഞങ്ങളുടെ കണ്ണുനീരും നീ മായ്ക്കുമെന്ന്, ഒരു സങ്കടത്തെയും ഒരു കാലത്തിനപ്പുറം തുടരാൻ നീ അനുവദിക്കുകയില്ലെന്ന് വിശ്വസിച്ച് നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ, ദൈവജനമേ, ഈ നേരത്ത് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കുക. നമ്മൾ ഇന്ന് കേട്ടതിനോടും ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മൾ ചെലവിട്ട സമയത്തോടും ഈ ചിന്തകളോടും ചേർത്ത് നമ്മുടെ എളിയ പ്രാർത്ഥനകളെ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് അവനെ ആരാധിക്കാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതായി ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല.
കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതായി ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഇന്ന് ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇന്ന് നമ്മൾ തിരുമുമ്പാകെ സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട നിയോഗം, കർത്താവേ, ഒരുക്കത്തോടെ താല്പര്യത്തോടെ ഈ ശുശ്രൂഷ പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവെ, മുടക്കം വരുത്താതെ അനുഗ്രഹത്തിൻ്റെ നിൻ്റെ രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ഈ ശുശ്രൂഷ എല്ലാ ദിവസവും താല്പര്യത്തോടെ പങ്കെടുക്കാൻ എന്നെ നീ ഒരുക്കണേ. എൻ്റെ വഴികളിൽ വരാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ നീ മാറ്റണേ. നീ എനിക്കായി സാഹചര്യം ഒരുക്കണേ. ഈ സദ്വാർത്ത എന്ന ഈ ശുശ്രൂഷ ലോകം മുഴുവനും വേണ്ടി ഒരുക്കി നൽകുന്ന ഷാലോം TV, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവ് നിൻ്റെ കരുണയാൽ നീ പൊതിയണേ എന്ന് ഈ ആശീർവാദ നേരത്ത് അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ തിരുമുമ്പാകെ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന.